ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് പോൽ. നമ്മളെ ഇന്ന് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചില അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വസ്തുതകളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും SSLC +1 +2 വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതിലൊന്നാമത്തത് SSLC-കാരുടെ കാര്യമാണ്. നിങ്ങൾക്ക് മെയ് 8 എന്ന് പറയുന്ന ഒരു പ്രിയർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അവിടുത്തെ പരീക്ഷയുടെ പുനർനിശ്ചയവും നടത്തിപ്പും, അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ UAE-യിൽ നിന്ന് ഇവിടുത്തെ പരീക്ഷയിൽ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള ഡേറ്റും അതിൻ്റെ സംവിധാനങ്ങളും എങ്ങനെയാണ് എന്ന്, അതായത് അവർക്കും പരീക്ഷ എഴുതാൻ പറ്റും അല്ലെങ്കിൽ സംവിധാനം ഒരുക്കുമെന്ന് നമ്മുടെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻസ് വരികയാണ്. അപ്പോൾ ഇലക്ഷൻസ് ഏപ്രിലോട് കൂടി കഴിയുമെങ്കിലും പിന്നീട് ഒരു ഭരണമാറ്റവും വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ ഒരു പുതിയ രീതിയിലുള്ള ആൾക്കാരാണ് വരുന്നത് ഭരണതലത്തിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഡിലേ എല്ലാ മേഖലയിലും ഇൻക്ലൂഡിങ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും വരാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ അഡ്മിഷനെ വലിയ രീതിയിൽ ബാധിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ സാധ്യതയില്ല. പക്ഷേ റിസൾട്ടിൽ ചിലപ്പോൾ ഒരു ഡിലേ വന്നേക്കാം എന്ന് നമുക്കിപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എന്തായാലും മെയ് 8 എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ മെയ് 3rd വീക്കിലേക്കോ അല്ലെങ്കിൽ 2nd വീക്ക് ഹാഫിലേക്കോ മാറാനുള്ളൊരു സാധ്യത SSLC-കാർക്കുണ്ട്. ഇതേ രീതിയാണ് +2 +2 ഡബിൾ വാല്യൂഷനും ആണ്. അപ്പോൾ നിങ്ങളുടെയും പറഞ്ഞിരുന്നത് മെയ് 2nd വീക്ക് ലാസ്റ്റ് ആണ്, അതായത് ഒരു മെയ് 22, 23 ആ ഒരു ഡേറ്റ് ഒക്കെയാണ്. അതിനകത്ത് തന്നെ വരാൻ +2-കാർക്ക് സാധ്യതയുണ്ട്. കാരണം അതിനു മുമ്പ് തന്നെ ഈ വാല്യൂഷൻ ക്യാമ്പുകൾ തുടങ്ങി ബാക്കി നടത്തിപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SSLC +2 ഏകദേശം അടുത്തടുത്ത് തന്നെ മെയ് അവസാന വാരവും അല്ലെങ്കിൽ 3rd വീക്കോട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. ഇനി +1-ൻ്റെത് എങ്ങനെയാണ്? +1-ൻ്റെത് ഇവരുടെ കൂടെ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇത്തവണ ജൂൺ ആദ്യ വാരം അല്ലെങ്കിൽ സ്കൂൾ തുറന്ന് നിങ്ങൾ +2-ലേക്ക് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകും റിസൾട്ടിനെ കുറിച്ച്. അപ്പോൾ ജൂണിൽ തന്നെ ആദ്യ 2 ആഴ്ചകൾക്കുള്ളിൽ പ്രഖ്യാപിക്കാനുള്ള വലിയ സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും നന്നായിട്ട് ബാക്കി പരീക്ഷകളോട് എഴുതുക. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.